ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 8 ഫ്രാക്ഷൻസ് ആണ് അല്ലേ? ഭിന്നസംഖ്യകൾ. നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? പാർട്ട് നമ്പർ, ഭാഗങ്ങളുടെ സംഖ്യ. അവിടെ നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. സിമ്പിൾ ചാപ്റ്റർ ആണ്, അതിന്റെ കുറച്ച് റിപ്പീറ്റേഷൻ അത്രേ ഉള്ളൂ. നോക്കുക, ഇവിടെ ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡയറി മിൽക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണ് അല്ലേ? നോക്കൂ, ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികളുണ്ട് അവിടെ അല്ലേ? 4 ചിൽഡ്രൻസ് ഉണ്ട്. ഇവർ 4 പേർക്കും നമ്മൾ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കറിയാം, ഒരു ഡയറി മിൽക്കിനെ നമ്മൾ അതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ചെറിയ ചെറിയ ബാർസുകളായിട്ട് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? 4 ബാർസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ മിസ് പർപ്പിൾ കളറിൽ കൊടുത്തതിന്റെ ബാർസുകളാണ്. ഇനി ഇത് ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര വീതം ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റും? ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഗം എടുത്ത് കൊടുത്താൽ എങ്ങനെയായിരിക്കും? ഒരു ഭാഗം ഒരാൾക്ക്, രണ്ടാമത്തത്, മൂന്നാമത്തെ, അപ്പൊ 4 ഭാഗം അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും ഓരോ കഷ്ണം വീതം കൊടുക്കാം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? എങ്ങനെ നമുക്ക് ഭിന്നസംഖ്യയായിട്ട് എഴുതാം? യെസ്, എങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം? 1/4. യെസ്, 4ൽ ഒരു ഭാഗം ഓരോരുത്തർക്കും 4ൽ ഒരു ഭാഗം ഓരോരുത്തർക്കും കിട്ടും. ഓക്കെ, ഒരു ഭാഗമാണ് ഓരോരുത്തരും കിട്ടുക. അപ്പൊ 1/4 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തത് നോക്കൂ, ഇവിടെ നമ്മൾ 2 ചോക്ലേറ്റ് ഉണ്ട് അല്ലേ? 2 ചോക്ലേറ്റ്. ഈ 2 ചോക്ലേറ്റ് 4 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വീതം കിട്ടും? 1/4 ആണോ? 4ൽ 1 ആണോ? നോക്കാം നമുക്ക് അല്ലേ? 4 പേരുണ്ട്. അപ്പൊ ഒന്നിനെ ഹാഫ് ആക്കാം, 2നെ ഹാഫ് ആക്കാം. അപ്പൊ ഓരോരുത്തർക്ക് എത്ര കിട്ടും? ഹാഫ് വീതം കിട്ടും അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും എത്രയായിരിക്കും ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ 5th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1/2 അല്ലേ? യെസ്, ഓരോരുത്തർക്കും ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2, 2ൽ ഒരു ഭാഗം. ഇനി നെക്സ്റ്റ് അടുത്തത് എന്താണ്? അടുത്തത് നോക്കൂ, അടുത്ത എത്ര ചോക്ലേറ്റ് അവിടെ ഉള്ളത്? ഇവിടെ 3 ചോക്ലേറ്റുകൾ ഉണ്ട് അല്ലേ? ഈ 3 ചോക്ലേറ്റുകൾ 4 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എത്ര വീതമായിരിക്കും ഓരോരുത്തർക്കും കിട്ടുക? അപ്പൊ 4 പേരുണ്ട്, ഇവിടെ 3 ചോക്ലേറ്റ്. ഓരോന്ന് കൊടുക്കാനുണ്ടോ? ഇല്ല, ഓരോന്ന് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പൊ ഓരോന്നിനെയും 4 പീസ് ആക്കിക്കൂടെ? ഓരോന്നിനെയും 4 പീസ് ആക്കിയിട്ട് ഒന്നിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാം, അടുത്തതിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാം, അടുത്തതിൽ നിന്ന്. അപ്പൊ ഓരോരുത്തർക്കും ഓരോന്നിന്റെയും 3 ഭാഗം കിട്ടും അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും എത്ര ആയിരിക്കും കിട്ടുക? 3 3/4. 3/4, 4ൽ 3 ഭാഗം. അപ്പൊ 4 പീസാക്കി, ഓരോന്നിനെ 4 പീസാക്കി, അതിൽ നിന്ന് ഓരോന്നിലും ഓരോ ഭാഗം ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പൊ എത്ര കിട്ടി? ഓരോരുത്തർക്കും 3/4, 4ൽ 3 ഭാഗം കിട്ടി. ഇങ്ങനെ നമ്മൾ എഴുതുന്നതാണ് എന്ത്? ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ. നമ്മൾ പഠിച്ചതാണ് 5th ചാപ്റ്ററിൽ അല്ലേ? ഓക്കെ, ഇനി നോക്കൂ, ഇനി ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ഇവിടെ പിസ്സ ഉണ്ട് അല്ലേ? 2 പിസ്സ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ പിസ്സ? നമുക്ക് ഈ പിസ്സ ഒന്ന്, ഈ 3 പേർക്ക് 2 പിസ്സ നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷെ ഇവിടെ 3 പേരുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ എങ്ങനെ കട്ട് ചെയ്യാം? നോക്കൂ, ഇവിടെ ഓരോ പിസ്സേനെയും 3 വീതാക്കി കട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഓരോരുത്തർക്കും എത്ര വീതം കിട്ടുന്നുണ്ടാവും? 2 പിസ്സേനെ നമ്മൾ എന്ത് ചെയ്തു? 2 പീസ്, ഒരാൾക്ക് ഒരു പീസ്, ഒന്നിൽ നിന്ന് ഒരു പീസ് കൊടുക്കാം, അടുത്ത ആൾക്ക് നെക്സ്റ്റ് കൊടുക്കാം, അടുത്ത ആൾക്ക് കൊടുക്കാം. അതുപോലെ അടുത്ത പിസ്സയിൽ നിന്ന് 3 പേർക്ക് ഓരോ പീസ് കൊടുത്തൂടെ? അപ്പൊ ടോട്ടൽ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടുന്നുണ്ടാവും? 2/3 അല്ലേ? യെസ്, ഓക്കെ. ഓരോരുത്തർക്കും 2 പീസ് വീതമാണ് കിട്ടുന്നത്. ഓക്കെ, 2/3 എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് നോക്കൂ. അടുത്തത് നോക്കാം. നോക്കൂ, ഇവിടെ എന്താണ്? ഇവിടെയും അതുപോലെ തന്നെയാണ് അല്ലേ? എന്താ നോക്കൂ, ഇവിടെ എന്താണ്? നമുക്ക് മീറ്റർ ആണ് തന്നിട്ടുള്ളത് അല്ലേ? 2 മീറ്റർ ആണ്. ഈ 2 മീറ്ററിനെ 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഓരോ മീറ്റർ വീതം എടുത്തൂടെ? ഓരോ മീറ്റർ എടുത്ത് ഓരോ മീറ്ററിനെയും 3 വീതാക്കാം. എന്നിട്ട് എന്ത് കൊടുക്കാം? ഇവിടെ നിന്ന് ഒരു പീസ് ഒരാൾക്ക് കൊടുക്കാം, ഇവിടെ നിന്ന് ഒരു പീസ് കൊടുക്കാം. അതുപോലെ ഇവിടെ നിന്ന് ഒരു പീസ് മറ്റേയാൾക്ക് കൊടുക്കാം. അങ്ങനെ എത്ര കിട്ടും ഓരോരുത്തർക്കും? അപ്പൊ എത്ര വീതം പീസ് കിട്ടും? 2, ഓരോ മീറ്ററിൽ നിന്നും 2 വീതം കിട്ടൂലേ? അപ്പൊ എത്ര ആയിരിക്കും? അപ്പോൾ അവിടെയും 2/3 ആണ് കിട്ടുന്നത്. 2/3 ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്കിനി. സിമ്പിൾ ആണ് അല്ലേ? എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഭിന്നസംഖ്യകൾ.
ഇനി നോക്കൂ, ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, 3 cakes are divided equally among 4 persons. What fraction of a cake would each one get? 3 cakes divided equally among 4 persons. 3 കേക്കുകൾ 4 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ചോക്ലേറ്റ് ഡിവൈഡ് ചെയ്ത പോലെ തന്നെ അല്ലേ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് കേക്ക് വുഡ് ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും? ഇവിടെ എത്ര കേക്കുകളാണ് ഉള്ളത്? ടോട്ടൽ കേക്കുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ് അല്ലേ? അതിനെ നമ്മൾ മുകളിൽ എഴുതുക. ഇനി എത്ര പേർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? 4 പേർക്ക്. അപ്പൊ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? 3/4. ഈസിയാണ്. അടുത്ത നോക്കൂ, 3 meter long ribbon is cut into 4 equal pieces. What would be the length of a piece in meter? അപ്പൊ 3 മീറ്റർ ലോങ് റിബൺ ആണ് കൊടുക്കുന്നത്. അപ്പൊ മുകളിൽ എന്ത് എഴുതും? 3 എന്ന് എഴുതും അല്ലേ? ഓക്കെ, ഇനി ഇതെന്താണ്? കട്ട് ഇൻറ്റു 4 ഈക്വൽ പീസസ്. എത്ര പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്? 4 പീസായിട്ടാണ്. അപ്പൊ എത്രയായിരിക്കും പിന്നെ സംഖ്യ വരിക? 4ൽ 3 അല്ലെങ്കിൽ 3/4. ഇനി അടുത്തത്, ഇഫ് 3 ലിറ്റർ ഓഫ് മിൽക്ക് ഡിവൈഡ് ഈക്വലി എമംഗ് 4 പേഴ്സൺ. ഇവിടെയും 3 ലിറ്റർ മിൽക്കാണ് 4 പേർക്കാണ് കൊടുക്കുന്നത്, ഈക്വൽ ആയിട്ട് കൊടുക്കുന്നത്. ഹൗ മച്ച് മിൽക്ക് വുഡ് ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും? ടോട്ടൽ 3 ലിറ്റർ മിൽക്കാണ്. അപ്പൊ 3 എന്ന് എഴുതി. ഇനി എത്രയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? 4 പേർക്കാണ്. അപ്പൊ എന്താ ആൻസർ വരുന്നത്? എല്ലാത്തിൻ്റെ ആൻസർ 3/4 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ഇവിടെ എന്താണ്? 2 meter long rope is cut into 5 equal pieces. What would be the length of each piece in meter? 2 meter long rope ആണ്. അപ്പൊ എത്രയാണ്? റോപ്പിന്റെ നീളം എത്രയാണ്? 2 meter ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് മുകളിൽ എന്ത് എഴുതണം? മുകളിൽ 2 എന്ന് എഴുതണം. ഇനി എന്ത് എഴുതും? താഴെ എന്താണ്? എത്ര പേർക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്? കട്ട് ഇൻ 5 ഈക്വൽ പാർട്സ് ആണ് ആക്കുന്നത്. അപ്പൊ 2/5 meter. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4 kilogram of sugar is divided into 5 packets. 4 kilogram sugar divided in 5 packets. എത്ര പാക്കറ്റുകളാക്കുന്നത്? 5 പാക്കറ്റുകളിലാണ് ആക്കുന്നത്. How much sugar is kilogram is there in each packet? ഓരോ പാക്കറ്റിലും എത്ര വീതം ഉണ്ടാവും? അപ്പോൾ ടോട്ടൽ ഷുഗർ എത്രയാണ്? 4 ആണ്. അപ്പൊ മുകളിൽ 4 എഴുതി. താഴെ എന്താ എഴുതുക? യെസ്, 5 പാക്കറ്റുകളിലാണ് ആക്കുന്നത് അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ 4/5 kg, കിലോഗ്രാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക? ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ എഴുതുക. ഇനി അടുത്തത്, ഇനി നോക്കൂ, ഇവിടെ വീണ്ടും ചോക്ലേറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, എന്താണ്? എത്ര ചോക്ലേറ്റുകൾ ഉണ്ട്? ഇവിടെ 3 ചോക്ലേറ്റുകൾ ഉണ്ട്. നോക്കൂ, നേരത്തെ അവിടെ 2 കുട്ടികളുണ്ടായിരുന്നു. ഇവിടെ നേരത്തെ 3 കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഇവിടെ എത്ര കുട്ടികളാണുള്ളത്? 2 കുട്ടികളാണുള്ളത്. 3 ചോക്ലേറ്റുകൾ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് അവർക്ക് എങ്ങനെ കൊടുക്കാം? വീതം വെച്ച് കൊടുക്കാം, ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓരോ എണ്ണം കൊടുക്കാൻ ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും ഓരോ എണ്ണം കൊടുക്കാം അല്ലെ? അപ്പൊ ഇവർക്ക് 1 കൊടുത്തു, ഇവൾക്ക് 1 കൊടുത്തു. അപ്പൊ ഓരോന്ന് വീതം നമുക്ക് എഴുതി നോക്കാം. ഓരോന്ന് വീതം ഓരോരുത്തർക്കും കൊടുത്തു. 2 പേർക്കും ഓരോന്ന് കൊടുത്തു. ഇനി ബാക്കി ഒന്നും കൂടെ ഇല്ലേ? അതിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ നമുക്ക് കട്ട് ചെയ്യാം അല്ലെ? അതിന്റെ പകുതിയും കൊടുത്തൂടെ? അപ്പൊ ഒരാൾക്ക് 1 കിട്ടും, ഒരു ഹാഫും കിട്ടും. 1/2. അപ്പൊ ഇവിടെ എത്രയാ കിട്ടുന്നത്? ഇവിടെയും 1/2. ഓരോരുത്തർക്കും 1.5 വീതമാണ് കിട്ടുന്നത്. 1/2. 1/2 വീതം 2 പേർക്കും കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു നമ്പറും ഉണ്ട്, അതിന്റെ കൂടെ ഒരു ഭിന്നസംഖ്യയുണ്ട് അല്ലെ? ഒരു നമ്പറും അതിന്റെ കൂടെ ഒരു ഫ്രാക്ഷനും കൂടെ വരുന്ന ടൈപ്പ് ഭിന്നസംഖ്യയാണ് ഇവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് അടുത്തത് നോക്കാം. നോക്കൂ, ഇവിടെ എന്താണ്? 9 ബിസ്ക്കറ്റ് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 കിഡ്സ്. 9 ബിസ്ക്കറ്റുകൾ 4 കുട്ടികൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് കൊടുക്കുകയാണ്. ഹൗ മെനി വുഡ് ഈച്ച് ഗെറ്റ്? അപ്പൊ ഓരോരുത്തർക്കും എത്ര കിട്ടും? നോക്കൂ, ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട് അല്ലേ? യെസ്. അപ്പൊ ഓരോരുത്തർക്കും എത്ര എണ്ണം കൊടുക്കാൻ നോക്കൂ? 2 എണ്ണമായിട്ട് കൊടുത്തൂടെ നമുക്ക്? ഒരാൾക്ക് 2 കൊടുക്കാം, അടുത്തയാൾക്ക് 2 കൊടുക്കാം, അടുത്തയാൾക്ക് 2 കൊടുത്താം, അടുത്ത ആൾക്ക് കൊടുക്കാം. അപ്പൊ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടുന്നുണ്ട്? 2 എണ്ണം വീതം ആദ്യം കൊടുക്കാം അല്ലെ? യെസ്, നമ്മൾ കൊടുത്തു. ഇനി നോക്കൂ, ഇനി ബാക്കി 1 ഉണ്ട് അല്ലെ? 1 നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. അതും ഈ 4 പേർക്ക് ഈക്വൽ ആയിട്ട് കൊടുക്കണ്ടേ? അപ്പൊ ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിനെ ഇങ്ങനെ 4 കഷ്ണാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിൽ നിന്നും ഓരോ പീസ് കൊടുക്കാം. അപ്പൊ അതിൽ നിന്നും ഒരു പീസ് 1/4, 4ൽ 1. അപ്പൊ ഓരോരുത്തർക്കും എത്ര കിട്ടുക? 2 1/4. 2 4ൽ 1, 2/4 ആണ് ഓരോരുത്തർക്കും കിട്ടുന്നത്.
അപ്പൊ ഇവിടെ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും വരുന്നുണ്ട്. അങ്ങനെയുള്ള ഭിന്നസംഖ്യയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. ഒന്ന് നമ്മൾ അതിന്റെ ഭിന്നസംഖ്യ എഴുതാൻ, അതുപോലെ മിക്സഡ് ഫ്രാക്ഷൻ. ഇതാണ് രണ്ടാമത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാം. ഇനി നോക്കൂ, ഇവിടെ അതുപോലെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നോക്കൂ, if an 8-meter long string is cut into 5 equal parts. 8 മീറ്റർ ലോങ് സ്ട്രിങ് ആണ് അല്ലെ, ഒരു ലോങ് സ്ട്രിങ്ങിനെ കട്ട് ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. 5 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? അങ്ങനെയാണെങ്കിൽ ഓരോ പീസിന്റെയും ലെങ്ത് എത്രയാണ്? അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഒരു ഭിന്നസംഖ്യ ആയിട്ട് മാത്രമല്ല, റൈറ്റ് സിംഗിൾ ഫ്രാക്ഷൻ ആൻഡ് ഹോൾ നമ്പർ ആൻഡ് ഫ്രാക്ഷൻ. ഇതിനെ സിംഗിൾ ആയിട്ടും അതിന്റെ കൂടെ ഒരു ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് എഴുതാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാന്ന്. 8/5 ആണ് അല്ലെ. അപ്പൊ 8/5 നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ നമുക്ക് ഫസ്റ്റ്, ഇഫ് ആൻ 8-meter ലോങ് സ്ട്രിങ് കട്ട് ഇൻ 5. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ടോട്ടൽ മീറ്റർ എത്രയാണ്? 8 മീറ്റർ ആണ് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഭിന്നസംഖ്യ എഴുതാം. 8/, എത്രയാ വരുന്നത്? 5. 8/5 എന്ന് എഴുതാം അല്ലെ. പക്ഷെ ഇനി ഇതിനെന്ത് ചെയ്യണം? 8/5 നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് അതിനെന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ ഇവിടെ ഡിവിഷൻ ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. 8നെ 5 കൊണ്ട് നമുക്ക് ഹരിച്ചു നോക്കാം. നോക്കൂ, 8ൽ എത്ര 5 ഉണ്ട്? ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ 1 5 5. ഇനി 8ന്ന് 5 കുറച്ചാൽ എത്രയാണ്? 3 അല്ലേ. യെസ്, 3 എന്ന് വരുന്നുണ്ട്. നോക്കൂ, അപ്പൊ ഇവിടെ നമുക്ക് കോഷ്യന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള എത്രയാണ്? 1 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് കോഷ്യന്റ് ആയിട്ട് കിട്ടുന്ന 1നെ എഴുതാം. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ഒരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. അത് മിസ് കാണിച്ചു തരാം. അപ്പൊ നോക്കൂ, നമ്മൾ ചക്രം, സൈക്കിളിന്റെ ചക്രമൊക്കെ നമ്മൾ എങ്ങനെയാ തിരിക്കുക? റൗണ്ടിലല്ലേ തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഒരു പ്രാവശ്യം സൈക്കിളിന്റെ ചക്രം തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഈ മുകളിലുള്ള 1 ഇങ്ങോട്ട് വന്നില്ലേ. അപ്പൊ ആ 1നെ ഇവിടെ എഴുതി. കണ്ടോ? ആ 1നെ നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ആ 1നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ 1നെ എഴുതി. ഇനി നോക്കൂ, ഇനി സൈക്കിളിന്റെ ചക്രം വീണ്ടും തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങോട്ട് തിരിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഈ 5, ഇവിടെയുള്ള 5 താഴോട്ട് പോയില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 5നെ താഴോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇനി ചക്രം ഒന്നും കൂടെ തിരിക്കുമ്പോ എന്താവും? ഈ 2 മുകളിലോട്ട് പോകൂലേ. അല്ല, 3 ഈ 3 എന്താവും? 3 മുകളിലോട്ട് പോകും. 3 മുകളിലോട്ട് പോയി. അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? 1/3/5. 1/3/5. അതാണ് അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും, ഒരു നമ്പറും ഒരു ഭിന്നസംഖ്യയും ഉള്ള രീതിയിൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റും. ഇനി നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 15 liter of kerosene is divided equally into 4 cans. 15 ലിറ്റർ കെറോസിൻ ഈക്വൽ ആയിട്ട് 4 ക്യാനുകളിലാക്കുകയാണ്, അതിൽ നിറക്കുകയാണ്. ഹൗ മച്ച് ഡസ് ഈച്ച് ക്യാൻ കണ്ടെയ്ൻ ഇൻ ലിറ്റർ? ഓരോന്നിലും എത്ര ലിറ്റർ ഉണ്ടായിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഫസ്റ്റ് ഇതിന്റെ ഭിന്നസംഖ്യ എഴുതാം. എന്താണ്? 15 ലിറ്റർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 15 ബൈ എന്തായിരിക്കും? ബൈ എത്ര ഈക്വൽ പാർട്ടിലാക്കുന്നത്? 4 ആണല്ലേ. അപ്പൊ 15/4 എന്ന് നമ്മൾ ഫസ്റ്റ് എഴുതി. നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ ഡിവിഷൻ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ ഡിവിഷൻ ചെയ്ത് നോക്കാം. നോക്കൂ, എങ്ങനെയാണ് വരുന്നത്? 15 ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 15 നമുക്ക് 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എത്ര വരിക? എത്ര പ്രാവശ്യം 4ന് 15ൽ എത്ര 4കൾ ഉണ്ട്? 3 അല്ലേ. 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താണ്? 3 × 4 എത്രയാണ്? 12. ബാക്കി മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 3 എന്ന് കിട്ടൂലേ. യെസ്, ഓക്കെ. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല അല്ലേ. 4നേക്കാളും ചെറിയ നമ്പറാണ്. അപ്പൊ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഫസ്റ്റ് മിസ്സിന് പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? സൈക്കിളിന്റെ ചക്രം തിരിക്കുന്ന പോലെ തിരിച്ചാൽ എന്താവും? 3 ഫസ്റ്റ് ഒരു തിരി തിരിക്കുമ്പോൾ എന്താവും? മുകളിലുള്ള 3 ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പൊ നമ്മൾ 3നെ എഴുതി. 4 എങ്ങോട്ട് പോകും? 4 താഴോട്ട് പോകും. അപ്പൊ 4നെ താഴെ എഴുതി. 3 എങ്ങോട്ട് പോകും? 3 മുകളിലോട്ട് പോകും. 3നെ നമ്മൾ എന്ത് ചെയ്തു? മുകളിലോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താണ്? 3/4. 3
3/4. അപ്പോൾ ഒരു ഹോൾ നമ്പറും ഒരു ഭിന്നസംഖ്യയും ഒരു നമ്പറും ഒരു ഭിന്നസംഖ്യയും ആയിട്ടുള്ള മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് അതിനെ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൽ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനിയൊരു ആക്ടിവിറ്റി കൂടെയാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക കേട്ടോ.